കോളിളക്കം സൃഷ്ടിച്ച വണ്ടിപ്പെരിയാർ കൊലക്കേസിലെ വിധിന്യായം പുറത്ത് വന്നിട്ട് 2-3 ദിവസമായി. ഞാൻ ആ വിധിപ്പകർപ്പൊന്ന് വായിച്ചതിന് ശേഷം ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചാണ് കാത്തിരുന്നത്. അങ്ങനെ ഇത് ഇത്രയും വൈകിയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അപകർഷണം സംഭവിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഏതാണ്ട് 76 പേജുള്ള ഒരു വിധിന്യായമാണ് കട്ടപ്പനയിലെ പോക്സോ ജഡ്ജി പാസ്സാക്കിയിട്ടുള്ളത്. അത് 120 ഖണ്ഡികകളിലായിട്ടാണ് പരന്നു കിടക്കുന്നത്. കേസിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ വിശദാംശങ്ങളും സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാ വിലയിരുത്തലുകൾക്ക് ശേഷം ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ കുറ്റക്കാരനല്ല എന്ന നിഗമനത്തിലാണ് ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീമതി മഞ്ജു ചേർന്നെത്തിയിട്ടുള്ളത്. ഒരു വനിതാ ജഡ്ജിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മേന്മ കൂടി ആ ജഡ്ജ്മെൻ്റ് ഉണ്ട് എന്ന് വെച്ചോളൂ. കാരണം ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കാണല്ലോ ശരിക്കും മനസ്സിലാവുക. അപ്പോൾ 6 വയസ്സുള്ള ഒരു ബാലിക വളരെ പൈശാചികമായ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമായിരിക്കും. തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടും. അത് തൂങ്ങി മരണമല്ല, കൊലപാതകമാണ് എന്ന് പിന്നീട് കണ്ടെത്തുന്നു. പോലീസ് വിധിയമ്പണ്ണ അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. പ്രതി അന്ന് മുതൽക്ക് അന്ത്യവിധി വരുന്നത് വരെ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്നു. കേസ് വിചാരണ നടക്കുന്നു. പ്രതി നിരപരാധിയാണ് അല്ലെങ്കിൽ പ്രതി കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടത്ര തെളിവുകളില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ മോചിപ്പിക്കാനായിട്ട് കോടതി ഉത്തരവാകും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചെന്ന് വെച്ചാൽ വിധി വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് ആലുവ കേസിലെ പോലെ ഇവിടെയും പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കും എന്നാണ്. പക്ഷേ ആലുവ കേസും ഈ കേസും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഞാൻ ഏറ്റവും അവസാനം പറയാം. ആലുവ കേസിൽ ഈ പ്രതി അന്യസംസ്ഥാനക്കാരനായിരുന്നു. മരിച്ച കുട്ടിയും അന്യസംസ്ഥാനക്കാരിയാണ്. പോലീസ് വളരെ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചു. പ്രതിയെ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് ഉടനെ തന്നെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയനാക്കി. മെഡിക്കൽ പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം കൃത്യമായിട്ടും ഫലപ്രദമായിട്ടും നടത്തി. ദൃക്സാക്ഷികളുണ്ടായിരുന്നില്ല എങ്കിൽ പോലും സാഹചര്യ തെളിവുകൾ വളരെ ശക്തമായിരുന്നു, അനിഷേധ്യമായിരുന്നു. പ്രോസിക്യൂട്ടറായിട്ട് പ്രഗത്ഭനായ പുത്തൂർ മോഹൻരാജിനെ നിയമിച്ചു. റെക്കോർഡ് സമയത്തിനുള്ളിൽ വിചാരണ പൂർത്തീകരിച്ചു. ഏതാണ്ട് 100 ദിവസത്തിനകത്ത് തന്നെ സാക്ഷി വിസ്താരവും വാദവും എല്ലാം കഴിഞ്ഞു. ശിശുദിനത്തിൽ വിധി പറഞ്ഞു. അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അത് കേട്ട് ആളുകൾ മുഴുവൻ കോരിത്തെരിക്കുകയും കൈയടിക്കുകയും പോലീസുകാരെ അനുമോദിക്കുകയൊക്കെ ചെയ്തു. വണ്ടിപ്പെരിയാറിൽ നടന്നത് മറിച്ചാണ്. അവിടെ പോലീസ് കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം നടത്തിയില്ല എന്നാണ് ഈ ജില്ലാ ജഡ്ജി വിധിച്ചിട്ടുള്ളത്. കട്ടപ്പന കോടതിയിലെ ജഡ്ജിയുടെ ഈ വിധിന്യായത്തിലെ 117ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സർക്കിൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 7 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് അന്വേഷണത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്, ചെയ്തതെന്താണ്, എങ്ങനെ പ്രതിക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് പോലീസിൻ്റെ അന്വേഷണം സഹായകരമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നടന്ന കാര്യങ്ങൾ അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് എന്ന് പല ആൾക്കാരും പറഞ്ഞു. നിർഭാഗ്യകരമാണെന്ന് എനിക്കും അഭിപ്രായമുണ്ട്. പക്ഷേ നിർഭാഗ്യകരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നടന്ന കാര്യങ്ങൾ അഭിമാനിക്കത്തക്കതല്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും തോന്നിയിട്ടുണ്ട്. സാധാരണയിൽ പുള്ളി അഭിമാനിക്കുക ചെയ്യുക, ഒരു പ്രതിയെ വെറുതെ വിട്ടല്ലോ എന്ന് കരുതി അഭിമാനിക്കും. അല്ലെങ്കിൽ പ്രതിക്ക് ഇത്ര നാളും ജയിലിൽ കിടന്ന പ്രതിക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിക്കേണ്ടത് അത് ചെയ്തിട്ടില്ല. അത്രയൊക്കെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അതും ചെയ്യേണ്ടല്ലോ. കാരണം മനുഷ്യാവകാശ ലംഘനം ഉണ്ടല്ലോ. കുറ്റവാളി അല്ല എന്ന് കണ്ട ഒരു ചെറുപ്പക്കാരൻ പിന്നെ ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തില്ല എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. സർക്കാർ അപ്പീൽ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത, ഈ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടി പട്ടിക സമുദായക്കാരിയാണ്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അന്വേഷണം നടത്തിയിരുന്നത് DYSP ആണ്. പക്ഷേ ഈ കേസ് ഒരിക്കലും DYSP കൊടുത്തിട്ടില്ല. മാത്രമല്ല ഈ നിയമം ഈ കേസിൽ ബാധകമാക്കിയിട്ടുമില്ല. അതിലും വിശേഷം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. അതൊന്നും കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. സാഹചര്യ തെളിവുകൾ കൂട്ടിയിണക്കുന്നതിൽ പ്രോസിക്യൂഷൻ അമ്പെ പരാജയപ്പെടുന്നു. ഏത് ജഡ്ജി വിചാരിച്ചാലും പ്രതിയെ ശിക്ഷിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും ശങ്കാഭംഗിലമാണ് ഈ കേസിൻ്റെ വസ്തുതകളും ഇതിലെ സാഹചര്യങ്ങളും. ആര് നോക്കിയാലും പ്രതിയെ വെറുതെ വിടുക മാർഗമുള്ളൂ. വിചാരണ കോടതിയിൽ വെറുതെ വിട്ട പ്രതി ഹൈക്കോടതിയിൽ മറിച്ചൊരു വിധി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ആ ജഡ്ജി കുറച്ച് അധികം മനസ്സലിവ് കാണിച്ചു എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുണ്ടായ അലംഭാവം, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്ത രാഹിത്യം അത് പകൽ പോലെ വ്യക്തമാണ്. അത് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ
പ്രത്യേക കോടതിയിലെ അതിവേഗ കോടതിയിലെ ജഡ്ജി ഈ പ്രതി എന്ന് പറഞ്ഞ മാന്യദേഹത്തെ വെറുതെ വിട്ടില്ല. ആലുവയും വണ്ടിപ്പെരിയാറും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞല്ലോ. എന്താ വ്യത്യാസം? ആലുവ കേസിലെ പ്രതി അന്യസംസ്ഥാനക്കാരനായിരുന്നു. അയാൾ പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനായിരുന്നില്ല. നേരെ മറിച്ച് വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി ആരാണ്? അദ്ദേഹം നമ്മുടെ നാട്ടിലെ വിപ്ലവ യുവജന സംഘടനയുടെ പ്രധാന പ്രവർത്തകനാണ്. എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിൽ അലംഭാവം കാണിച്ചത്? എന്തുകൊണ്ടാണ് ശാസ്ത്രീയ തെളിവുകളുടെ പുറകെ പോകാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ സുനിൽ കുമാർ എന്ന് പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോഴും ഞാൻ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടാണ് അന്വേഷണം നടത്തിയത് എന്ന് നെഞ്ചുവിരിച്ചെന്ന് പറയുന്നത്? ഈ വണ്ടിപ്പെരിയാറിലെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ആൾ ഇയാളെ എത്രയോ ദിവസം പ്രോസിക്യൂട്ടറെ സഹായിക്കാനെന്ന് പറഞ്ഞ് ആ ജോലി സ്ഥലത്ത് നിന്ന് മുങ്ങുകയും മറ്റ് പലവിധ കലാപരിപാടികളായിട്ട് നടക്കുകയും ചെയ്തു. അത് അന്ന് തന്നെ DYSP മേലാവിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് മേലാവിൽ നിന്ന് ഇയാളുടെ പേരിൽ അന്ന് തന്നെ ഒരു നടപടി എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ കാര്യം വ്യക്തമാണ്. കാരണം സഖാവിനെ സംരക്ഷിക്കലാണ് പ്രോസിക്യൂഷൻ്റെ പോലീസിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം. അത് വാളയാർ കേസിൽ ഇതാണ് സംഭവിച്ചത്. വണ്ടിപ്പെരിയാർ കേസിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ പ്രതികൾക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും കേസിൽ പ്രതിയാവുമെന്ന് വെച്ചു, പീഡന കേസായിക്കോട്ടെ, ബലാത്സംഗ കേസായിക്കോട്ടെ, അല്ല കൊലപാതക കേസായിക്കോട്ടെ, ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ CPM ചേരുക, അല്ലെങ്കിൽ DYFIയുടെ ജാഥയ്ക്ക് പോകുന്നതാണ്. അതിന് പോയാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സ്ഥാനത്ത് പിണറായി പീനൽ കോഡായിരിക്കും പിന്നെ പ്രാവർത്തികമായിട്ട് വരിക. അപ്പോൾ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ശിക്ഷ കിട്ടുകയില്ല. പിന്നെ ഈ പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ ബന്ധുക്കൾ കൈത്തണ്ടയ്ക്ക് ബലമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചുമരുമ്പോൾ ചേർത്ത് നിർത്തിയാൽ ഇടിവെച്ച് കൊടുക്കും. അതൊഴിച്ചാൽ യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. DYFIക്കാർക്കെതിരായിട്ട് ഇന്ത്യൻ പീനൽ കോഡ് അല്ല പിണറായി പീനൽ കോഡിൽ യാതൊരു വ്യവസ്ഥയില്ല. അതുകൊണ്ട് പീഡനം നടത്തുകയോ ബലാത്സംഗം നടത്തുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സംഗതികൾ വളരെ ജോറായിട്ടുണ്ട്. അപ്പീൽ കൊടുത്താലും ഇതൊക്കെ തന്നെ ആവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ കുമാർ ഉണ്ടല്ലോ, അതേ DYSP ആയിട്ട് പ്രൊമോഷൻ കിട്ടാറായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് ഏതെങ്കിലും ഒരു ജില്ലാ പോലീസ് മേധാവിയായിട്ട് എവിടെയെങ്കിലും നിയമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ആ ജില്ല മൊത്തമായിട്ടും നന്നാവും. അല്ല അദ്ദേഹത്തിന് IPS കൊടുക്കാനും വിരോധം ഇല്ലയെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കാരണഭൂതൻ്റെ ഈ നവകേരള കോപ്രായം തിരുവനന്തപുരത്ത് ചെല്ലുന്ന മുറയ്ക്ക് ആ ഫയൽ വിളിച്ചു വരുത്തി ഇദ്ദേഹത്തെ ഇമ്മീഡിയറ്റായിട്ട് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് പോലീസ് SP ആക്കി പറ്റുമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പോലീസ് മേധാവിയായിട്ട് നിയമിക്കുകയും ചെയ്യണം എന്ന ഒരു വിനീതമായ ശുപാർശയോട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. സുനിൽ കുമാർ സാറിന് ഭാവിയിലേക്ക് എല്ലാ മംഗളമല്ല മലയാള മനോരമ തന്നെ നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.